വേറൊരു സ്റ്റേഷനിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ്, സാർ ആ പ്രദേശത്തോട്ട് പോകരുത്, അങ്ങോട്ട് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകരുത് എന്ന് അയാൾ വിളിച്ചു പറയുന്നു. അന്ന് ഒരു ബ്രിഗേഡിയർ സാബ് അന്ന് ഭോപ്പാൽ വിഷവായ ദുരന്തത്തിന് മുമ്പായിട്ട് എന്നെ വയനാട്ടിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചിട്ട് 40 വർഷമാവുകയും. നേമം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു മണൽ ലോറി മണ്ണെന്ന് നിറഞ്ഞ് കാടും പേടിയായിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നു. ആ ലോറി അവിടെ നിന്ന് മാറും. ഒരു ഡോക്ടർ എടുത്തോ ഒരു എഞ്ചിനീയർ എടുത്തോ രാത്രി 10 മണിക്ക് ശേഷം പോയി നോക്കണ്ടെന്ന് പറഞ്ഞാൽ അവരെ വീട് പൂട്ടിക്കഴിഞ്ഞാൽ പോയി നോക്കാനും പറ്റില്ല. രാത്രി 10 മണി വരെ നോക്കാൻ പറ്റും. പക്ഷേ ഒരു കൗൺസിലറോ ഒരു മെമ്പറോ ഒരു MLA MP ആയിരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് പോയി നോക്കൂ. രാത്രി 12 മണിക്ക് പോയാൽ രാവിലെ 4 മണിക്ക് പോയി ഗേറ്റ് തട്ടിയാലും അവർ തുറക്കും. ഈ ഭോപ്പാൽ വിഷവാത ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഏതോ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന ട്രെയിനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് ഒരു TT, അവിടെ അറിയപ്പെടുന്ന TT, അദ്ദേഹം വേറൊരു സ്റ്റേഷനിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ്, സാർ ആ പ്രദേശത്തോട്ട് പോകരുത്, അങ്ങോട്ട് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകരുത് എന്ന് അയാൾ വിളിച്ച് പറയുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മറ്റ് ട്രെയിനുകൾ വരാതായത്. അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ. പക്ഷേ അത് മാത്രമല്ല, അവിടെ ഇരുന്ന TT ഉൾപ്പെടെ ഓരോരുത്തരും പലരും പല രീതിയിലുള്ളവരും ഒക്കെ പലരും, പിന്നെ അത് മാത്രമല്ല പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട്, ദൂരത്ത് തന്നെ ഈ വിഷവാത ദുരന്തം അനുഭവിച്ചു. ഡിസംബർ 2-നാണ് ഈ ഭോപ്പാൽ വിഷവാത ദുരന്തം. ഇന്നും മറക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള നിരവധി പട്ടാളക്കാർ, ഞങ്ങളൊക്കെ അന്ന് ട്രെയിനിങ് സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിൽ പോകാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന BHEL എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അങ്ങനെ കുറേ അറിയപ്പെടുന്ന സ്ഥലങ്ങളും മലയാളികൾ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഞങ്ങളൊക്കെ അവരെ കാണാറുണ്ട്. കാണുമ്പോഴത്തേക്കൊക്കെ അവരുടെ വേദനകൾ അനുഭവിച്ചവരും ഇന്നും അതിൻ്റെ ചില അസുഖങ്ങളൊക്കെ വീണ്ടും ചിലരിലൊക്കെ വന്നിട്ടുള്ളവരുമുണ്ട്. പക്ഷേ ഇന്നൊക്കെ വർഷങ്ങൾ, ഇത് ഏതാണ്ട് 40 വർഷത്തോളം ആവുന്നുവെങ്കിലും ഭോപ്പാൽ വിഷവാത ദുരന്തത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഞാൻ 2005 വന്നതിന് ശേഷം നിരവധി ഒറ്റയാൻ പോരാട്ടം തന്നെയാണ്. മറ്റ് പരിപാടികളിൽ ഒറ്റയാൻ പോരാട്ടം അല്ലാതെ സംഘടനാപരമായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. പക്ഷേ സംഘടനാപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രസകരമായ കാര്യം പറഞ്ഞാൽ, എല്ലാ സംഘടനയ്ക്കകത്തും അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറഞ്ഞു ഇവർ 6 പേരും കൂടെ തീരുമാനം എടുത്താലേ നടക്കുകയുള്ളൂ. ഇന്ന് കൂടുന്നൊരു കമ്മിറ്റി അടുത്ത മാസം, 1 മാസം കഴിയണം അടുത്ത കമ്മിറ്റി കൂടി ചർച്ച ചെയ്യാൻ വേണ്ടി. മറ്റേതാണെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് പോവാം, എനിക്ക് ആരടുത്തും പോയി കാണാം, എനിക്ക് പറയാം. ഒരുപക്ഷെ എന്നെ ചീത്ത പറയുന്നതിനായാലും എനിക്കല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ അയാൾ എങ്ങനെ ചീത്ത പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ തുടക്കാൻ പോകും. ഇതൊന്നും വേണ്ടല്ല. ഞാൻ അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. പാങ്ങോട് ECHSൻ്റെ ഏറ്റവും പ്രശ്നം, അന്ന് ഷുഗർ നോക്കുന്നതിനും പ്രഷർ നോക്കുന്നതിന് പോലും സംവിധാനങ്ങൾ കുറവായിരുന്നു. പാങ്ങോട് ECHS വയസ്സായി കിളിമാനൂരിൽ നിന്നും എന്തിനേറെ പാറശാലയിൽ നിന്നും വരുന്ന വിമുക്തോടന്മാർക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയത്ത് ഞാനിത് അറിയുന്നത്, ഞാൻ ഉടനെ തന്നെ ഇതിനെ അന്നത്തെ മനോരമയിൽ ഒരു വാർത്ത കൊടുത്തു. പിരിഞ്ഞു കഴിഞ്ഞു എന്നായാലും പട്ടാളക്കാരുടെ വഴിപാടോ എന്ന് ചോദിച്ചുകൊണ്ട് എഴുതി. അത് വലിയൊരു വാർത്തയായിരുന്നു. വാർത്തമായത് മാത്രമല്ല, ഞാൻ അന്ന് ആദ്യ MP ആയിരുന്നു ശശി തരൂർ MP. ഞാൻ അദ്ദേഹത്തിനെ അറിയിച്ചു. എനിക്കിന്നും അതിശയപ്പെടുന്ന കാര്യമാണ്, രാവിലെ ആയപ്പോഴത്തേക്ക് ശശി തരൂർ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, പാങ്ങോട് ECHSൽ ശശി തരൂർ വരികയാണെന്ന്. ഞാൻ അന്തം വിട്ടു. സ്റ്റേഷൻ ക്വാർട്ടറിൻ്റെ അവിടെ വന്നു. അവിടെ നിൽക്കുമ്പോൾ ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും ഇല്ല, മണ്ഡലം സെക്രട്ടറി ഇല്ല, ആരുമില്ല. അദ്ദേഹം മാത്രം വരുന്നു. ഞാൻ അവിടെ നിൽക്കുന്നു. ഞാൻ എന്നിട്ട് സ്റ്റേഷൻ ക്വാർട്ടറിൽ കമാൻഡറോട് ചോദിക്കാൻ വേണ്ടി ഓടിപ്പോയി, സാർ MP വന്നിരിക്കുകയാണ്. അത് നേരത്തെ പെർമിഷനൊന്നും കിട്ടിയിട്ടില്ല, എനിക്കറിയില്ല. ഞാനും കുറച്ച് ധൈര്യമുള്ളവൻ തന്നെയാണ്, പട്ടാളക്കാരനല്ലേ. ഞാൻ നേരെ സാറിനെയും കൊണ്ട് ഒരു കാറിനകത്ത് കയറി നേരെ അങ്ങോട്ട് ECHSൽ പോയി. അവിടെ ചെന്നപ്പോൾ ഉണ്ട് 100ഓളം വിമുക്തോടന്മാർ അവിടെ ഇരിക്കുന്നു. മരുന്നില്ല സാർ, അതില്ല സാർ, മരുന്ന് വയ്ക്കാനുള്ള ഇതില്ല സാർ. ഒറ്റയടിക്കാണ്. അന്ന് പ്രതിരോധ മന്ത്രി AK ആൻ്റണിയാണ്. AK ആൻ്റണി കത്ത് കൊടുത്തു. ഒരു 5ഓളം ഇൻസ്പെക്ഷൻ നടത്തി. മൊത്തത്തിൽ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി. ഇനി ഇതിനേക്കാളും വേറൊരു രസകരമായ കാര്യം കൂടെ ഉണ്ട്. പാള യുദ്ധസ്മാരകം എന്ന 25 വർഷമായിട്ട് ആ യുദ്ധസ്മാരകം നമ്മുടെ നിയമസഭാ തിയേറ്ററിൻ്റെ മുന്നോട്ട് പോകുന്ന ആ ഭാഗത്തുള്ള പബ്ലിക് ലൈബ്രറിക്ക് ഫ്രണ്ടിലുള്ള ആ യുദ്ധസ്മാരകം കാട് പിടിച്ച് വളരെ നിതാന്തമായി വളരെ ജീർണാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞാൻ അതിനും ഒരു കത്തെഴുതി. ഞാനും പന്ന്യൻ രവീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പോയി. പന്ന്യൻ രവീന്ദ്രൻ സാറ് അപ്പോഴേ തന്നെ, പന്ന്യൻ രവീന്ദ്രൻ സാർ അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് CPIയുടെ. അദ്ദേഹം പറയുകയാണ്, പിന്നെ ഇത് പട്ടാളക്കാരുടെ കാര്യമല്ലേ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കണമല്ലോ എന്നും പറഞ്ഞ് അപ്പോഴേ തന്നെ അദ്ദേഹം വരികയും ചെയ്തു. ഞങ്ങൾ സെക്രട്ടേറിയറ്റിനിടയിൽ ധർണയും നടത്തി. സുഖമായിട്ട്, അതായത് 25 കൊല്ലം കൊണ്ട് പരിഹരിക്കാത്ത കാര്യം അവിടെ നടത്തി. അങ്ങനെ പട്ടാളത്തിൽ വന്നതിന് ശേഷം, ഞാൻ ഇവിടെ വന്നതിന് ശേഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് നിരവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എൻ്റേതായ കഴിവല്ല. പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യം കാണിക്കേണ്ടുന്നത് സൈനികരാണ്. കാരണം നമ്മളെല്ലാം രാജ്യത്ത് വേണ്ടി അന്യരാജ്യത്തും കാത്തു സൂക്ഷിച്ചു വന്ന നമ്മളെ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ നമുക്ക് അവർക്ക് പൊതുജനത്തിന് കിട്ടുന്ന ഒരു ഇതാണ്. നമ്മളെ പട്ടാളക്കാരെന്നുള്ള രീതിയിൽ അവരൊരു മനസ്സ് കാണുന്നുണ്ട്. ആ മനസ്സ് ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായി. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി എപ്പോഴും ശ്രമിക്കാറുണ്ട്. അന്നും ശ്രമിക്കാറുണ്ട്, ഇന്നും ശ്രമിക്കാറുണ്ട്. പട്ടാളം തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അതിൻ്റെ ഒരു അനുഭവമാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. അന്ന് ഒരു ബ്രിഗേഡിയർ സാബ് അന്ന് ഭോപ്പാൽ വിഷവായു ദുരന്തത്തിന് മുമ്പായിട്ട് എന്നെ ബാരാകളിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചിട്ട് 40 വർഷമാകുമായിരുന്നു. പക്ഷേ ആ മനസ്സാണ്, അദ്ദേഹം മലയാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ ബ്രിഗേഡിയർ സാബ് പറഞ്ഞ് പെട്ടെന്നൊരു വാഹനം വിട്ട് നമ്മളെ എത്തിയത്. പക്ഷേ സംഭവമെല്ലാം രാത്രി 11 മണിക്ക് ശേഷമാണ് ഭോപ്പാൽ വിഷവായു ദുരന്തം നടക്കുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡോക്ടറുടെ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളതാണ്, ആരെന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിയെ നമ്മൾ കാണണം. ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ ബദൂരിയ സാഹിബിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഡ്യൂട്ടിയാണ് മെഡിക്കൽ. ആ മെഡിക്കലിനെ കണ്ട് നമ്മൾ നോക്കുകയാണ് വേണ്ടത്. നോക്കി അവർ ചെയ്യുന്ന പുണ്യത്തെയാണ് കാണേണ്ടത്. ഒരു അനുഭവം കൂടെ പറയാം. ആദ്യമായിട്ട് എനിക്ക് നടന്ന അനുഭവമാണ്. പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് നടന്ന ഒരു അനുഭവം ഞാൻ പറയാം. 2005 അടുപ്പിച്ചാണെന്ന് തോന്നുന്നു. നേമം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു മണൽ ലോറി മണ്ണെന്ന് പറഞ്ഞ് കാടും പേടിയായിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നു. ഈ മണൽ ലോറി 2.5 വർഷം അവിടെ കിടന്നു. എല്ലാ സംഘടനകളും ഉണ്ട്, ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. റെസിഡൻസുകളും മറ്റ് പല സംഘടനകളും ഉണ്ടെങ്കിലും ആ ലോറി അവിടെ നിന്നും മാറില്ല. എല്ലാവരും ഉണ്ട്, രാഷ്ട്രീയക്കാരും എല്ലാവരും ഉണ്ട്. ആ ഒരു വിധത്തിൽ മാറില്ല. ഞാനൊരു ദിവസം എന്ത് ചെയ്തു, രാവിലെ പോയി, അന്ന് വിജയ് കൗൾ ആണ് കളക്ടർക്ക് കൊണ്ടുപോയി സാറിന് കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പം ഞാൻ ഹിന്ദിയിലും സംസാരിച്ചു. കുറച്ച് ഭാഷയൊക്കെ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാൽ ഏറെ സ്നേഹമായി. അദ്ദേഹം അപ്പോഴും തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇടുക മാത്രമല്ല, 1 മാസത്തിനകത്ത് ആ ലോറി എടുത്ത് മാറ്റി. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ. ഇത് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ്. ഞാനത് സാധാരണ സംഘടനകളോടുകൂടി എനിക്ക് പറയാനുള്ള ഒരു അതാണ്, നമ്മളൊരു കാര്യം കണ്ട് ഒരു കമ്മിറ്റി കൂടി, ആ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത കമ്മിറ്റി വരെ ആവട്ടെ എന്നുള്ളത് നോക്കുകയല്ല വേണ്ടുന്നത്. അതിന് അടുത്തൊരു കമ്മിറ്റി വരുമ്പോഴത്തേക്ക് വരെ ഇനി 6 ഭാരവാഹിയും കൂടെ ചേർന്നേ പോകുള്ളൂ എന്നുള്ള ധാരണയൊന്നും വേണ്ട. ശരി, ഒരു പ്രസിഡന്റോ സെക്രട്ടറി അല്ലെ 3ാമതൊരാളോ ഇട്ട്. ഇതങ്ങനെയല്ല. ഇനി ഒരു കമ്മിറ്റിയും കൂടെ ഇട്ട് പിന്നെ അടുത്ത കമ്മിറ്റി കഴിയട്ടെ എന്ന് പറയാം. അതായത് നിതാന്ത ജാഗ്രതമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഒരു കാര്യത്തിനകത്ത് ഇവരെ ഞാൻ അനുകൂലിക്കുകയാണ്. അതായത് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാനുള്ള ഒരുപാട് ലിമിറ്റുകളുണ്ട്. പക്ഷേ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ഡോക്ടറെ എടുത്തോ ഒരു എഞ്ചിനീയർ എടുത്തോ രാത്രി 10 മണിക്ക് ശേഷം പോയി നോക്കണ്ടെന്ന് പറഞ്ഞാൽ അവരെ വീട് പൂട്ടിക്കഴിഞ്ഞാൽ പോയി നോക്കാനും പറ്റില്ല. രാത്രി 10 മണി വരെ നോക്കാൻ പറ്റും. പക്ഷേ ഒരു കൗൺസിലറോ ഒരു മെമ്പറോ ഒരു MLA MP ആയിരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് പോയി നോക്കൂ. രാത്രി 12 മണിക്ക് പോയാൽ രാവിലെ 4 മണിക്ക് പോയി ഗേറ്റ് തട്ടിയാലും അവർ തുറക്കും. ഏത് രാഷ്ട്രീയക്കാരനായാലും. കാര്യം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ്. രാഷ്ട്രീയം അവർ ജയിച്ച MLA MP ആവാൻ വേണ്ടിയല്ല, അവരിറങ്ങുന്നത് രാഷ്ട്രീയത്തിലേക്കാണ്. അതുകൊണ്ടാണ് അവർ അപ്പോഴും തന്നെ അറ്റൻഡ് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഡോക്ടറായാലും എഞ്ചിനീയറായാലും എത്ര പരിപാടിപ്പുള്ള ആൾക്കാരും അവരുടെ 10 മണി ടൈം കഴിഞ്ഞു, പിന്നെ നോക്കണ്ട, പിന്നെ അതോടുകൂടി കഴിഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. ഏത് പാർട്ടിയുടെ മുകൾത്തട്ടിലല്ല, താഴെത്തട്ടിലുള്ളവരായാലും അപ്പോഴും ഇറങ്ങി വരുന്നു. അതായത് അത് വേണം നമ്മളെ സമൂഹത്തിൽ ചെയ്യാനുള്ളത്. നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കൂടുതൽ കേരളത്തിനകത്തേക്ക് വ്യാപകമാവണം. സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നമ്മൾ കാണാം. രാഷ്ട്രീയക്കാരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വ്യക്തികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് വരണം. വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം പ്രതിവിധികളാണ്. അതൊരു മുൻ പട്ടാളക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, പട്ടാളക്കാർ 90% അത്രത്തോളം ആത്മാർത്ഥത ചെയ്യുന്നവരാണ്. അവരിലൊന്നും ഒരു കുറവും വരാറില്ല. അവർ പരമാവധി ആത്മാർത്ഥത ചെയ്യുന്നുമുണ്ട്.